നിൽക്കുന്നത്? ചന്ദ്രേട്ടൻ വന്നിരുന്നു. വരും. കൂലി എന്താ വേണ്ടത്? എനിക്ക് കൂലിയൊന്നും വേണ്ട. ഞാൻ ചുമട്ടുകാരനല്ല, ചുമടെടുത്തന്നേ ഉള്ളൂ. എനിക്ക് വിശക്കുന്നു. തിന്നാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം. അയ്യോ, കച്ചവടം കഴിഞ്ഞല്ലോ. നീ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കൂ. ഞങ്ങൾ കരി വെക്കും. ഇരുന്ന ചോറ് തരാം. പുട്ടുണ്ടല്ലോ. അത് ഉണങ്ങിയതാ, തിന്നാൻ കൊള്ളില്ല. സാരമില്ല, ഞാൻ പഴമുട്ടി ഞാൻ അവിടെ തിന്നോളാം. ശരി, എന്നായിരിക്കും മോളെ, അതെടുത്തു കൊടുക്ക. ഇപ്പോഴാണോ മോളെ അരി ഇടുന്നത്? ആ ചന്ദ്രേട്ടന് എത്രയും നേരം അവിടെ ഇല്ലായിരുന്നു. ഞാൻ പേടിച്ചിട്ടാണ് റോഡിലിറങ്ങുന്നത്. ഭഗവതി, ഇത് ഇങ്ങനെ എപ്പോഴും വന്ന് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആണും തൂണുമില്ലാത്ത നമ്മൾ എന്ത് ചെയ്യും? അല്ല, പോന്നില്ലേ? എനിക്കൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ എവിടെ കിടന്നുറങ്ങാനാ? ഇത് കച്ചവടം നടക്കുന്ന സ്ഥലമല്ലേ? ഈ വീട്ടിന്റെ പുറവശത്തുള്ള മുറ്റത്ത് കിടന്നുറങ്ങിക്കൊള്ളാം. ഞാൻ ഉറങ്ങിയിട്ട് 3-4 ദിവസമായി. മാർക്കറ്റിലാണെങ്കിൽ രാത്രി ബീറ്റ് പോലീസുകാരുടെ ശല്യമാണ്. കണ്ണിലങ്ങോട്ട് ഉറക്കം പിടിച്ചൊന്നേ അവർ ടാർച്ച് ലൈറ്റ് മാറ്റുന്നു. എന്നേക്കടാ, നീ എവിടെ നിന്ന് വരുന്നടാ? ആരാടാ നീ? നിന്റെ അച്ഛനാരടാ? കയ്യിലെന്തുണ്ടാ? എന്ന് വേണ്ട നിരവധി ചോദ്യങ്ങളാ. ഉറങ്ങാനേ സമ്മതിക്കില്ല. എന്നാ അവിടെ എങ്ങാനും കിടന്നുറങ്ങിക്കോ മോളെ. ഇയാൾക്ക് ഉറങ്ങാൻ ഒരിടം കാണിച്ചു കൊടുക്കാം. ഇവിടെ കിടന്നോളൂ, ഞാൻ പായും തലേണയും തരാം. വേണ്ട, ഇത് മതി.